Assalamualaikum friends, welcome back to my channel Sana's Beauty Tips. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഹെയർ മാസ്കോ ഫേസ് മാസ്കോ ഒന്നുമല്ല, നമ്മുടെ കൈപ്പത്തിയും നമ്മുടെ ഉള്ളം കൈയൊക്കെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ കൈ കണ്ടോ, ഭയങ്കര പരുപരുത്തൊരു കൈയാണ്, സോഫ്റ്റ് ആയിട്ടുള്ള കൈയൊന്നുമല്ല, ഭയങ്കര റഫാണ്. കാരണം ഞാൻ പാത്രം കഴുകുമ്പോൾ അലക്കുമ്പോഴൊന്നും ഗ്ലൗസും അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് ഭയങ്കര പരുപരുത്ത കൈയാണ്. അപ്പോൾ നമ്മുടെ കൈ സോഫ്റ്റ് ആവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം. ഞാൻ 3 സ്റ്റെപ്പാണ് ചെയ്യുന്നത്: ക്ലെൻസിങ്, സ്ക്രബിങ്, പിന്നെ മോയ്സ്ചറൈസിങ്. അപ്പോൾ 3 സ്റ്റെപ്പും എങ്ങനെയാണെന്ന് കാണുക, അതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ബൗളിൽ കുറച്ച് ഇളം ചൂടുള്ള കുറച്ച് വെള്ളമാണ്. നമ്മുടെ കൈയൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ട പാകത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ലെൻസിങ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ക്ലെൻസിങ്ങിന് വേണ്ടി ആദ്യം ഞാൻ ചേർക്കുന്നത് സോഡാപ്പൊടിയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ഞാൻ ആ വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. ബേക്കിംഗ് സോഡ നല്ലൊരു എക്സ്ഫോലിയേറ്റർ ആണ്, നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസൊക്കെ നീക്കം ചെയ്ത് പുതിയ സെൽസ് വരാനായിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്തതായി ഞാൻ ചേർക്കുന്നത് ഉപ്പാണ്. അതൊരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ നാരങ്ങ നീരാണ്. നാരങ്ങ നീരും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് വെള്ളത്തിൽ ലയിക്കുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നാരങ്ങ നമുക്കറിയാം, നമ്മൾ എല്ലാ ഫേസ് പാക്കിലും ചേർക്കുന്നതാണ്. നാരങ്ങയിൽ സിട്രിക് ആസിഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സും ഡിസ്കളറേഷനൊക്കെ മാറ്റി നമ്മുടെ സ്കിൻ ലൈറ്റൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഭയങ്കര പരിപരുത്ത ഹാൻഡ്സ് ഉള്ളവരും അതുപോലെ നമ്മുടെ ഉള്ളം കൈക്ക് നല്ല സോഫ്റ്റ് ആവാനായിട്ടൊക്കെ ആഗ്രഹമുള്ളവർ ഈ ഞാൻ പറയുന്ന സ്റ്റെപ്സുകളൊക്കെ ഒരു ആഴ്ചയിൽ 3 വട്ടമെങ്കിലും ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ ഇതാ എല്ലാം വെള്ളത്തിൽ നന്നായിട്ട് ലയിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണം നമ്മുടെ കൈ മുക്കി വെക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് ഞാൻ എൻ്റെ കൈ ഇതിലേക്ക് മുക്കി വെക്കുവാണ്. നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ ഞാൻ ചെറിയ ബൗളാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നന്നായിട്ട് എനിക്ക് ഫുള്ളായിട്ട് കവറാവുന്നില്ല. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ ബൗൾ എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കൈ മുക്കി വെക്കാം. നമ്മുടെ ഉള്ളം കൈയും അതുപോലെ നമ്മുടെ കൈയുടെ പുറകുവശവും നന്നായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ നഖത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചെറിയ എന്തെങ്കിലും ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊക്കെ ഒന്ന് ഉരച്ച് നഖത്തിൻ്റെ ഇടയിൽ അഴുക്കൊക്കെ ക്ലീൻ ചെയ്ത് കളയാം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് എൻ്റെ കൈ ഇതിൽ നന്നായിട്ട് മുക്കി വെക്കുവാണ്. ഇപ്പോൾ അതാ ഏതാണ്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കൈയുടെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കാം. എൻ്റെ കയ്യിലത്തെ അഴുക്കുകളൊക്കെ പോയിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വിരലുകളൊക്കെ നന്നായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ്നെസ് തോന്നുന്നുണ്ട് കൈക്ക്. ഇനി നമ്മുടെ കൈ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഫേസ് വാഷാണ്. ഹിമാലയയുടെ നീം ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് പതപ്പിക്കരുത്, അപ്പോൾ നമ്മുടെ സ്കിൻ ഒന്നും കൂടി ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ഞാൻ ആ വെള്ളത്തിൽ തന്നെ, നമ്മൾ എടുത്ത വെള്ളത്തിൽ തന്നെ 2 ഡ്രോപ്പ് ഇട്ടിച്ചിട്ട് ആ വെള്ളത്തിൽ കൈ ഡിപ്പ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് എക്സസീവായിട്ടുള്ള ഓയിലും എന്തെങ്കിലും ഡെഡ് സെൽസോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഫേസ് വാഷ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ദാ എൻ്റെ കൈ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കർച്ചീഫോ ടവൽ ഉപയോഗിച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാം. എൻ്റെ കൈ കണ്ടില്ലേ, നന്നായിട്ട് ബ്രൈറ്റൺ ആയിട്ടുണ്ട്. അതുപോലെ ഉള്ളം കൈ ആണെങ്കിൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ക്ലെൻസിങ്. ഇനി അടുത്ത സ്റ്റെപ്പാണ് സ്ക്രബിങ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ക്ലെൻസിങ് കഴിഞ്ഞു. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ക്രബിങ് ആണ്. നമ്മുടെ കൈ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത്. അതിനാദ്യം ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ്. ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തത് ഞാൻ ചേർക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടറും ഈക്വൽ എമൗണ്ട് നമുക്ക് ചേർക്കാം. നമ്മുടെ കൈ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലിസറിനും അതുപോലെ റോസ് വാട്ടറൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നാരങ്ങ നീരാണ്. ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. പാകത്തിന് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ഞാൻ നേരത്തെ എടുത്ത് വെച്ച ഉപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൈ ഇതേപോലെ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. നമ്മുടെ കയ്യിലെ ഡെഡ് സെൽസൊക്കെ പോയി നന്നായിട്ട് കൈ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ക്രബ് ചെയ്യുന്നത്. നമ്മുടെ കൈയുടെ ഉള്ളം കൈയിലും അതുപോലെ കൈയുടെ പുറകു വശത്തും വിരലുകളുടെ ഇടയിലേക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഡെയിലി 2 തവണയൊക്കെ ചെയ്യാം കേട്ടോ. രാവിലെയും രാത്രിയും അങ്ങനെ 2 തവണയായിട്ടൊക്കെ ചെയ്യാം. നല്ല റിസൾട്ട് ഉണ്ടാവും. കൈ പെട്ടെന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും, പെട്ടെന്ന് ഡ്രൈ ആയി പോകത്തുമില്ല. അപ്പോൾ അതിൻ്റെ കൈനെ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ടവൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തുടച്ച് കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്, സ്ക്രബിങ്. നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. നമുക്ക് ഡെയിലി ഇത് 2 തവണയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആവും, നല്ല ഷൈനിങ് ആവുകയും ചെയ്യും.
കാരണം നമ്മളിതിൽ ഉപയോഗിക്കുന്ന റോസ് വാട്ടർ ഗ്ലിസറിനൊക്കെയാണ് നമ്മളെല്ലാ മിക്ക ഫേസ് പാക്കിലും ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇവ രണ്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നൊരു സ്റ്റെപ്പാണിത്. നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ്. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലെന്നാണെങ്കിൽ കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്, കാരണം കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുന്നത് ഒലിവ് ഓയിലിനാണ്. ജസ്റ്റ് ഒരു 2 ഡ്രോപ്സ് നമ്മുടെ കൈ ഇട്ടിച്ചിട്ട് നന്നായിട്ട് കൈ മസാജ് ചെയ്ത് കൊടുക്കുക. വിരലുകളുടെ ഇടയിലും ഉള്ളം കൈയും അതുപോലെ കൈയുടെ പുറകു വശമൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ 3rd സ്റ്റെപ്പ്. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതേപോലെ ഒന്ന് കൈ മോയ്സ്ചറൈസ് ചെയ്തിട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ഇത് അബ്സോർബായിട്ട് നല്ല സോഫ്റ്റായി കിട്ടും. നല്ലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. എൻ്റെ കൈക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ നല്ലൊരു ഷൈനിങ്ങും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്ത് പോവുക. സോഫ്റ്റ് ഹാൻഡ്സൊക്കെ വേണമെന്നുള്ളവർ ഞാൻ കാണിച്ച ഈ 3 സ്റ്റെപ്പ് ഫോളോ ചെയ്ത് പോവുക. വീക്കിലി ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യുക. നിങ്ങളുടെ കൈ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കൊച്ചു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.